എന്നിവ ഇല്ലാത്തവർക്ക് അവ ഉണ്ടാക്കി കൊടുക്കുക. പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നം ഇവർക്കും ലഭ്യമാക്കുക. ഈ കാര്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം കണക്കാക്കി കുടിയൊഴിപ്പിക്കുന്നവരുടെ മീറ്റിംഗിൽ അംഗീകാരം വാങ്ങി പ്രോജക്റ്റ് നടപ്പിലാക്കുകയും പ്രോജക്റ്റ് പണി തുടങ്ങുന്നതിന് മുൻപ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കും എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുക. ഇവയ്ക്ക് ആവശ്യമായ സാമ്പത്തികം പ്രോജക്റ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തുക. ലൈൻ പൊട്ടിയാൽ വൈദ്യുതി നിലയ്ക്കുന്ന സംവിധാനം കൊണ്ടുവരിക. മതപരമായ ലഹളകൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ആ ജനങ്ങളുടേതായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ സ്ഥലത്തെ ഭരണനിർവഹണവും പോലീസിങ്ങും ഈ കമ്മിറ്റിയുടെ കീഴിലാക്കുക. ഈ സ്ഥലത്തിനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ കമ്മിറ്റി മുഖാന്തിരം ആക്കുക. ലഹള ഉണ്ടാകാതിരുന്നാൽ കൂടുതൽ സാമ്പത്തികം നൽകുക. മുന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലം അടുത്തുണ്ടെങ്കിൽ അതും ഈ കമ്മിറ്റിയുടെ ചുമതലയിൽ ആക്കുക. കൊലപാതകം, കൊള്ളിവയ്പ് എന്നിവ പാടില്ല എന്ന് മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ഭാഗങ്ങൾ എല്ലായിടത്തും പ്രദർശിപ്പിക്കുക. മാധ്യമങ്ങളിൽ കൂടി പ്രസിദ്ധപ്പെടുത്തുക. ആശുപത്രിയിലോ വക്കീലന്മാരുടെ സമീപത്തോ വരുന്ന ആൾക്കാർക്ക് പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് അവർ പറയുകയോ ഡോക്ടർക്കോ വക്കീലിനോ തോന്നുകയോ ചെയ്താൽ കേസ് എടുക്കാൻ അവർ അടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ മെഡിക്കൽ ഓഫീസിലും ജില്ലാ പോലീസ് ഓഫീസിലും അറിയിക്കണമെന്നും വിവരം കിട്ടി 1 ദിവസത്തിനകം വിവരം ലഭിച്ചവർ നടപടിയെടുക്കണമെന്നും നിയമം ഉണ്ടാക്കുകയും ഇങ്ങനെ ചെയ്യാത്തവരെ ശിക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കി നടപ്പിലാക്കുകയും ചെയ്യുക. എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയും അകത്തുള്ള എല്ലായിടങ്ങളിലും പരിസരങ്ങളിലും ഡ്യൂട്ടി സ്ഥലങ്ങളിലും ഡ്യൂട്ടി വാഹനങ്ങൾക്ക് അകത്തും പുറത്തും CCTV സ്ഥാപിക്കുകയും സംശയ ചിത്രങ്ങൾ 24 മണിക്കൂറിനകം ജില്ലാ അധികാരിക്ക് അയക്കാൻ സംവിധാനം ഒരുക്കുകയും സംശയങ്ങളിന്മേൽ ജില്ലാ അധികാരി 24 മണിക്കൂറിനകം പരിശോധിച്ച് കേസെടുക്കുകയും 14 ദിവസത്തിനകം കുറ്റക്കാരെ ശിക്ഷിക്കുകയും BMS പ്രകാരം കേസ് ചാർജ് ചെയ്യുകയും ചെയ്യണമെന്ന് നിയമം ഉണ്ടാക്കി നടപ്പിലാക്കുക. ഈ സ്ഥലങ്ങളിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ജനങ്ങളുമായി പോകേണ്ടി വന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ഥലങ്ങൾ മേലധികാരിയെ അറിയിച്ചിരിക്കണമെന്നും നിയമം ഉണ്ടാക്കി നടപ്പിൽ വരുത്തുക. പോലീസുകാരെ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും പോലീസുകാർ ആക്രമിക്കുന്നവർക്കും അധിക്ഷേപിക്കുന്നവർക്കും എതിരെ പരാതി നൽകാനും അതിൽ 24 മണിക്കൂറിനകം കേസെടുത്ത് 14 ദിവസത്തിനകം കോടതിയിൽ കേസ് ചാർജ് ചെയ്യാനും നിയമം കൊണ്ടുവന്ന് നടപ്പിലാക്കുക. പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കുക. സർക്കാർ ഓഫീസുകളിൽ സെക്യൂരിറ്റിക്ക് 2 പോലീസുകാർ മാത്രമായി പരിമിതപ്പെടുത്തുക. അവിടെ അക്രമം ഉണ്ടായാൽ BNS പ്രകാരം 24 മണിക്കൂറിനകം കേസെടുത്ത് 14 ദിവസത്തിനകം കോടതിയിൽ കേസ് ചാർജ് ചെയ്യുക. കോടതികളിൽ കേസുകളിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് സമയപരിധി ഏർപ്പെടുത്തുക. രാഷ്ട്രീയ തസ്തികകൾക്ക് ആ തസ്തികയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തിന് തൊട്ടുമുകളിലുള്ള ഇൻക്രിമെൻ്റ് ചേർത്തുള്ള ശമ്പളം നൽകുകയും തിരഞ്ഞെടുക്കപ്പെട്ട തസ്തികയുടെ കാലാവധി പൂർത്തീകരിച്ചാൽ തത്തുല്യമായ ശമ്പളം സ്വീകരിക്കുന്ന ജീവനക്കാരുടെ മിനിമം പെൻഷൻ നൽകുകയും ചെയ്യുക. നയതന്ത്ര പ്രതിനിധികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ നിന്നുള്ള ഇളവ് നിർത്തലാക്കുക. സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് ശമ്പളം നൽകുന്ന എല്ലാ തസ്തികകളിലും നിയമനം PSC വഴി മാത്രം ആക്കുക. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ 10% തസ്തികകളിൽ മാത്രം നിയമനം നടത്താൻ മാനേജ്മെൻറ്റിനെ അനുവദിക്കുക. അവർ നടത്തുന്ന നിയമനങ്ങൾക്ക് പണം വാങ്ങിയിരുന്നോ എന്ന് അന്വേഷിക്കുക. രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ നേതൃതസ്തികകളിൽ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ ആവണമെന്ന് ബോധ്യപ്പെടുത്തുവാൻ വ്യാപക പ്രചാരണം നടത്തുക. ആൾക്കൂട്ടത്തെ കൂട്ടിയുള്ള മത-രാഷ്ട്രീയ പരിപാടികൾ, തീർത്ഥാടനങ്ങൾ എന്നിവയിൽ അപകടം ഉണ്ടാവാതെ നോക്കേണ്ട ബാധ്യതയും
നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യതയും ദുരന്ത പരിഹാരത്തിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചുമതലയും സംഘാടകർക്കാക്കി നിയമം കൊണ്ടുവന്ന് നടപ്പിലാക്കുക. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉള്ള സൗകര്യങ്ങളും നടത്തപ്പെടുന്ന രീതികളും മനസ്സിലാക്കി അവ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തുക. അടുത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ഇവ കണ്ടെത്തി നടപ്പിൽ വരുത്താൻ സ്ഥാപന ജീവനക്കാരെ ചുമതലപ്പെടുത്തുക. പുതിയ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിനും കൃഷി തുടങ്ങുന്നതിനും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സാമ്പത്തിക സഹായം നൽകുക. അനുമതികൾ ലഭിക്കാൻ മുൻകൈയെടുത്ത് സഹായം നൽകുക. മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട മിനിമം വസ്തു, വീട്, വസ്ത്രം, ആഹാരം എന്നിവ നിർണയിച്ച് അത്രയും കാര്യങ്ങൾ ഇല്ലാത്തവരെ സർവേ വഴി കണ്ടെത്തി അവർക്ക് ഇവ 1 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കുക. മേൽപ്പറഞ്ഞവയ്ക്ക് ആവശ്യം വേണ്ട ദിവസവരുമാനം ലഭിക്കാൻ തക്ക വിധമുള്ള പ്രവൃത്തികൾ കണ്ടെത്തി നൽകുകയോ അതിന് പറ്റുന്നില്ലെങ്കിൽ ആ തുക മാസാമാസം നൽകുകയോ ചെയ്യുക. ഇങ്ങനെ തുക നൽകേണ്ടി വരുന്നവരെ അവരുടെ ശാരീരിക വിദ്യാഭ്യാസക്ഷമത അനുസരിച്ച് ആ പ്രദേശത്ത് സർക്കാർ ചെയ്യുന്ന വികസന നിർമ്മിതികളിൽ പണിയെടുപ്പിക്കുക. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, നദികൾ, കുളങ്ങൾ എന്നിവ 2 വർഷം കൂടുമ്പോൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി ആവശ്യമുള്ള തുക കണക്കാക്കി തുക ലഭ്യമാക്കി പണികൾ സമയത്തിന് നടത്തുക. സർക്കാർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ജീവനക്കാരെ നിർണയിച്ച് അവരുടെ വേതനം കണക്കാക്കി ആവശ്യമുള്ള ആകെ വേതനം ലഭ്യമാക്കി പ്രവർത്തനം നടത്തുക. മുഴുവൻ സമയവും ചെയ്യാനുള്ള പണി നിലവിലുള്ള എല്ലാ തസ്തികയിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് കുറവ് ജോലിയുള്ള തസ്തികകൾ സംയോജിപ്പിക്കുകയും ആവശ്യമുള്ള അധിക തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ആവശ്യമെങ്കിൽ ഒരു ജീവനക്കാരന് 2 സ്ഥാപനങ്ങളിൽ ജോലി നൽകുക. പുതുതായി ആരംഭിക്കേണ്ട സ്ഥാപനങ്ങൾ നിർണയിച്ച് അവയ്ക്ക് വേണ്ട നിർമ്മാണ തുക, ജീവനക്കാരുടെ ശമ്പളത്തുക, പ്രവർത്തന ചെലവ് എന്നിവ കണക്കാക്കി അനുവദിക്കുക. ജനങ്ങളെല്ലാവരും വർഷം തോറും അവരവരുടെ ആസ്തി, വരുമാനം എന്നിവ കണക്കാക്കി സമർപ്പിക്കുവാൻ നിയമം കൊണ്ടുവരികയും ഇവ അവിടവിടെയായി പരിശോധിക്കാൻ സംവിധാനം ഒരുക്കി ജനങ്ങളെ സാമ്പത്തിക നില അനുസരിച്ച് വിവിധ ഗ്രൂപ്പുകൾ ആക്കി കാർഡ് നൽകി അവർ സർക്കാരിന് നൽകേണ്ട വിവിധ നികുതികൾ സാമ്പത്തിക നില അനുസരിച്ച് വ്യത്യസ്ത നിരക്കിൽ വസൂലാക്കുക. ഉദാഹരണം, കെട്ടിട നികുതി, പെട്രോൾ ചാർജ്, ആശുപത്രി ചാർജ്, തിയേറ്റർ ടിക്കറ്റ് etc. മനുഷ്യൻ്റെ ആർത്തി പൂർത്തീകരിക്കാൻ ഭൂമിയുടെ വസ്തുവകകൾ മതിയാവില്ല. ആയതിനാൽ മനുഷ്യന് ഒരു നേരം കഴിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നൽകുന്ന ഹോട്ടലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അത്രയും ഭക്ഷണം കൊടുക്കുന്നത് നിരോധിക്കുകയും ചെയ്യുക. സാധാരണ നിലവാരത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണം കൂടിയ നിരക്കിൽ നൽകുന്ന ഹോട്ടലുകളിലെ ഭക്ഷണ ബില്ലിൽ മേൽ ബിൽ തുകയ്ക്ക് ആനുപാതികമായി സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ബില്ലിന്മേൽ അധിക നികുതിയും ചുമത്തുക. ഉപയോഗപ്പെടുത്തുകയോ കൃഷി ചെയ്യാതെയോ ഇട്ടിരിക്കുന്ന ഭൂമി ഉടമകൾ വിൽക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുക. 1 വർഷമായിട്ടും ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തു സർക്കാർ പരസ്യം നൽകി കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുവാനുള്ള നിയമം കൊണ്ടുവരിക. ആൾ താമസമില്ലാതെ